ഹലോ ഫ്രണ്ട്സ്, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ആവശ്യ സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വലിയുള്ളി 1 ചെറുതായി വെട്ടിയത്, ക്യാരറ്റ് 2 ചെറുതായി വെട്ടിയത്, ഉരുളക്കിഴങ്ങ് 2 മീഡിയം സൈസ് വെട്ടിയത്, തക്കാളി പച്ചമുളക് അരച്ചത്, കടുക് 1 ടീസ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 4 രണ്ടായി കീറിയത്, വെളുത്തുള്ളി 10 ചെറുതായി വെട്ടിയത്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ആദ്യം നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായി വെട്ടിയത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പും നല്ലതുപോലെ വാടിയതിന് ശേഷം ഇതിലേക്ക് ചെറുതായി വെട്ടിവെച്ച വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പച്ചമുളകും തക്കാളിയും അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി, മഞ്ഞൾപ്പൊടി എന്നിവയുടെ പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് ചെറുതായി വെട്ടിവെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസിൽ വെട്ടിവെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഈ മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്നതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഉപ്പേരി തയ്യാറായിരിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഉപ്പേരി നല്ലതുപോലെ വെന്ത് വന്നിരിക്കുകയാണ്. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എന്നിവ കൊണ്ട് ഉണ്ടാക്കിയ ഉപ്പേരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.